സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇന്നത്തെ ആദ്യത്തെ പ്രഭാഷണം, മധ്യാഹ്നത്തിലുള്ള പ്രഭാഷണം സരോജ രാജ നമുക്കിതിനു മുമ്പൊക്കെ പല പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് ആ അനുഭവത്തെ തന്നതായിട്ടുള്ള അമ്മ തൃശ്ശൂര് സരോജ രാജ ആണ്. ഭദ്രകാളിയുടെ പ്രാദുർഭാവം ആയിട്ടുള്ള അധ്യായം പഞ്ചമസ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായമാണ്. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. സപ്താഹയജ്ഞത്തിന്റെ 4-ാം ദിവസത്തെ മധ്യാഹ്നത്തിലെ ആദ്യ പ്രഭാഷണം ആയിട്ടുള്ള പഞ്ചമസ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായം എന്നുള്ളത് നമുക്ക് അറിവ് പകർന്നു വരുവാൻ വേണ്ടിയിട്ട് എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദനാമ സങ്കീർത്തനം. ഫോണൊന്ന് തിരിച്ചു വെക്കൂ. തിരിച്ചു വെച്ചിട്ട് കുറച്ചുകൂടെ താത്തി വെക്കണം. അമ്മയുടെ മുഖം മാത്രം തിരിച്ചു വെച്ചോളൂ. നേരെ ഇരിക്കുന്നതിന് വരും കിടത്തി വെക്കുക. അപ്പം ഓട്ടോറൊട്ടേറ്റ് അല്ല വേണ്ട, മറിച്ച് വെച്ചാൽ മതി. ഓട്ടോ റൊട്ടേറ്റ് ചെയ്താലേ വെച്ചോളൂ. തിരിച്ചു വെച്ചോളൂ. പഴയ പോലെ തന്നെ വെച്ചോളൂ. അങ്ങനെ വെച്ചാൽ തിരിഞ്ഞിരിക്കുക വേണ്ട. അങ്ങനെ യെസ്. ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ. ഓക്കെ. ഗായപ്പാശരണം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സഞ്ജീവം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരു സാക്ഷാത് ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവർക്കും നമസ്കാരം. തിരുമേനിയുടെ പിതാവിനും അനേക കോടി നമസ്കാരം. ഇന്ന് എനിക്കിവിടെ രണ്ട് വാക്ക് പറയാൻ തന്നത് പഞ്ചമസ്കന്ധത്തിലെ 9-ാം അധ്യായമാണ്, ഭരതന്റെ. പക്ഷെ അത് തുടങ്ങുന്നത് 7, 8 എന്ന അധ്യായങ്ങളിൽ നിന്നാണ്. അപ്പൊ അതും തൊട്ട് ഒരു കുറേശ്ശെ പറഞ്ഞ് 9-ാം അധ്യായത്തിലേക്ക് കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യത്തേല് 7-ാമത്തേല് ഭരതോപാഖ്യാനം, അതായത് ഭരതൻ എങ്ങനെ രാജ്യം ഭരിച്ചു എന്താണ്. അത് കഴിഞ്ഞിട്ട് ആ പുലഹാശ്രമം പ്രവേശം എന്തിനു വേണ്ടിയിട്ടാണ് പോയത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അവിടെ എന്താ സംഭവിച്ചത്, അവിടെ ഒരു മാനിനെ കാണുകയും പിന്നെ ആ മാനുമായി സംസർഗത്തിൽ ഏർപ്പെടുകയും പിന്നെ പുനർജന്മം ആ മാനായി പിറക്കാനുള്ള കാരണം. അത് കഴിഞ്ഞിട്ട് 9-ാമത്തിലാണ് ഭരതന്റെ ബ്രാഹ്മണ നല്ല ഉയർന്ന കുലത്തിലുള്ള ജനനം. അതിനുള്ള കാരണം എന്താണ് അതിന് അദ്ദേഹം ഒരു ജഡ ഭരതനെ പോലെ നടക്കാൻ കാരണം. ഇതൊക്കെയാണ് അതിൽ. അങ്ങനെ ഭദ്രകാളി രക്ഷിക്കുന്നതും ഇതാണ് ഉള്ളടക്കം.
അപ്പോൾ ഭരതൻ അതിന് മുമ്പ് ആ മനുവിൻ്റെ വംശത്തെ ഒന്ന് തൊടണം. അതായത് മനുവംശം ബ്രഹ്മാവിൻ്റെ പുത്രനായ സ്വയംഭു മനു രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് അഗ്നീന്ദ്രൻ. സ്വയംഭു മനുവിൻ്റെ പുത്രൻ പ്രിയവ്രതനും അദ്ദേഹത്തിന് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. പക്ഷേ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം അത് സ്വീകരിച്ചു. സാധാരണ എല്ലാ ആശ്രമങ്ങളും സ്വീകരിക്കണം, അതിന് ശേഷമാണ് കാട്ടിൽ ചെന്ന് തപസ് ചെയ്യേണ്ടത്. ആ സിദ്ധാന്തം പ്രകാരം ആണ് ബ്രഹ്മാവ് പ്രിയവ്രതനെ പ്രേരിപ്പിച്ചത്. പ്രിയവ്രതന് അഗ്നീന്ദ്രൻ എന്ന പുത്രനുണ്ടായി. അഗ്നീന്ദ്രൻ പൂർവജിത്തി എന്ന അപ്സര സ്ത്രീയെ വിവാഹം ചെയ്തു. അവർക്ക് നാഭി എന്നൊരു പുത്രനുണ്ടായി. നാഭി മേരുദേവിയെ വിവാഹം കഴിച്ചു. അങ്ങനെ നാഭിക്കും മേരുദേവിക്കും വിവാഹം കഴിഞ്ഞിട്ട് കുറേ ദിവസം സന്താനങ്ങളില്ലാത്തത് കൊണ്ട് അവിടെ ഇരുന്ന പ്രജകളും പുരോഹിതന്മാരും ഒക്കെ ഒരു യാഗം നടത്തി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പം ഭഗവാൻ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ അവരെ ഭയങ്കരമായിട്ട് സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷമായി എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങേപോലുള്ള എൻ്റെ യജമാനന് നാഭിക്ക് നിങ്ങളെ അങ്ങേപോലുള്ള ഒരു പുത്രൻ വേണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ എന്നെ പ്രീതിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ സന്തോഷിച്ചത് കാരണം നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കി തരാം. പക്ഷെ എൻ്റെ അംശാവതാരമായി നാഭിക്ക് എന്ന് പറഞ്ഞ് വിഗ്രഹിച്ച് അവിടെ നിന്ന് തിരോധാനം ചെയ്തു. അങ്ങനെ നാഭിക്കും മേരുദേവിക്കും പുത്രനുണ്ടായി. ഒരു ജന്മത്തിൽ തന്നെ ജനിച്ച ഉടനെ തന്നെ വളരെ ശ്രേഷ്ഠനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഋഷഭൻ എന്ന പേര് നൽകി. രാജ്യം വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അത് ഇന്ദ്രനെ സഹിച്ചില്ല. അപ്പോൾ 15 വർഷത്തിൽ അകാലം മഴ പെയ്യിക്കേണ്ടായി ഇന്ദ്രന്. അതുകൊണ്ട് എന്നാൽ ഋഷഭനാണെങ്കിലോ തൻ്റെ ആ ചൈതന്യം ഉപയോഗിച്ച് അവിടെ ഇഷ്ടം പോലെ മഴ പെയ്യിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രന് പശ്ചാത്താപമായി അദ്ദേഹം തൻ്റെ പുത്രിയായ ജയന്തിയെ ഋഷഭദേവന് വിവാഹം ചെയ്ത് കഴിച്ചു. ഈ ഋഷഭദേവനാണ് പിന്നെ ആത്മാരാമനായി സഞ്ചരിക്കുന്നത്. അദ്ദേഹത്തിന് 100 പുത്രന്മാരുണ്ടായി. അതിൽ ആദ്യത്തെ പുത്രനാണ് ഈ 9ാമത്തെ വരണ ഭരതൻ. 9ാം അധ്യായത്തിൽ വരണം. അദ്ദേഹം പഞ്ചജനി എന്ന പഞ്ചജനിയെ വിവാഹം കഴിച്ചു. പിതാവിൻ്റെ പൂർവികന്മാരെ പോലെ തന്നെ പിതാവിനെ പോലെ തന്നെ അദ്ദേഹവും രാജ്യമൊക്കെ നല്ല 10,000 വർഷം രാജ്യം ഭരിച്ചു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കാട്ടിലായി തപസ്സിന് പോയി. ഇവര് എല്ലാവരും ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ തപസ്സിന് പോകുന്ന പതിവാണ്. അതേപോലെ ഇദ്ദേഹം തപസ്സിന് പോയത് ഒരു പുലഹാശ്രമം, അതായത് ഗണ്ഡകി നദി ഒഴുകുന്ന സ്ഥലത്താണ്. അത് ഏകദേശം ഒരു നേപ്പാളിൻ്റെയൊക്കെ താഴ്വരയിലായിട്ട് വരും. അവിടെ എന്താ വിശേഷം എന്ന് വെച്ചാൽ സാലഗ്രാമങ്ങൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ സാലിഗ്രാമ കല്ലിൽ നിന്ന് പോസിറ്റീവ് എനർജീസ് ധാരാളം ഉണ്ടാവും. അപ്പോൾ പണ്ടൊക്കെ ചില വീടുകളിലെ ഗൃഹങ്ങളിൽ ഈ കല്ല്, അതായത് സാലഗ്രാമ കല്ലുകളെ വെച്ചിരുന്നു. ഇന്നൊക്കെ അതൊക്കെ തീരെ ഇല്ലാണ്ടായിരിക്കുകയാണ്. എല്ലാവർക്കും കണ്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല എല്ലാവരും. അപ്പം അങ്ങനെയുള്ള ആ ഒരു സ്ഥലം നോക്കിയാണ് ഈ ഭരതൻ തൻ്റെ തപസ്സിനായി തിരഞ്ഞെടുത്തത്. അവിടെ ചെന്നിട്ട് തപസ് തുടങ്ങി. അങ്ങനെ കുറേ മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, ഒരു ദിവസം
കാലത്ത് പ്രഭാത കൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നദിയുടെ അടുത്ത് ഒരു ഗർഭിണിയായ മാൻ വെള്ളം കുടിക്കാൻ വന്നു. ആ സമയത്താണ് പെട്ടെന്ന് ഒരു സിംഹം വന്ന് ഗർജിച്ചത്. ആ ശബ്ദം കേട്ട ഉടനെ തന്നെ മാൻ ഭയപ്പെട്ട് എന്ത് ചെയ്തു? തൻ്റെ പ്രാണരക്ഷാർത്ഥം ആ നദിയിലേക്ക് ഒരൊറ്റ ചാട്ടം കൊടുത്തു. അപ്പൊ എന്തുണ്ടായി? ആ ഗർഭസ്ഥത്തിൽ ശിശു പുറത്തേക്ക് വന്നു. ആ സമയത്ത് ഈ തള്ളമാൻ വെള്ളത്തിൽ ഒലിച്ചൊലിച്ച് ആ ജീവൻ വെടിയേണ്ടി വന്നു. പക്ഷെ ഈ കാഴ്ച കണ്ട് നിന്നിരുന്നാണ് ഭരതൻ. എന്ത് ചെയ്തു? ആ മാൻകുട്ടി ആ വെള്ളത്തിൽ ഒലിക്കുന്നത് കൊണ്ട് മനസ്സ് എന്ത് ചെയ്തു? അതിനെ രക്ഷിക്കണം. മനസ്സിൽ കാരുണ്യം തോന്നി, സഹതാപം തോന്നി. വേഗം വെള്ളത്തിൽ ചാടി മാനിനെ രക്ഷിച്ചു. അങ്ങനെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അന്ന് തൊട്ട് മാനായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ട് മാനിന് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്ത് പക്ഷേ മാനിനെ തന്നെ പരിചരിക്കാൻ തുടങ്ങി. അതേ സമയത്ത് എന്തായി? ഈ ഭഗവാനെ സേവിക്കാൻ പൂജയും കർമ്മങ്ങളും ഒക്കെ തീരെ ഇല്ലാണ്ടായി. അവസാനം അങ്ങനെ കാലം എവിടെ നോക്കിയാലും മാനുണ്ടോ എന്നുള്ള ഒരു വിചാരം അദ്ദേഹത്തിന് മനസ്സിലെ കടന്നുകൂടി. അതെന്താണ് കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ആ മാനിനെ കണ്ടപ്പോൾ അതിനെ ദയ തോന്നണം. ശരിയാണ്, ദയ തോന്നിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കാരുണ്യം തോന്നിയാൽ അതിനെ എടുത്ത് ശുശ്രൂഷിച്ച് ആ മാനിൽ നിന്ന് അന്ന് തന്നെ കുറച്ച് അകന്നു നിൽക്കേണ്ടതായിരുന്നു. ഇത്രയധികം സ്നേഹം പുലർത്താൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് 2-3 ജന്മങ്ങൾ എടുക്കേണ്ടി വന്നു. അങ്ങനെ ആ മാനിനെ ചിന്തിച്ച് എന്തായി? ഒടുക്കം കാലം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കടന്നുകൂടി. അന്ത്യസമയം വന്നു. അങ്ങനെ ആ മാനിനെ ചിന്തിച്ച് മാനായി അടുത്ത ജന്മത്തില് ജനിച്ചു. അപ്പോൾ ഇവിടെ പറയണത് നമ്മൾ അവസാനം ശരിക്ക് വേണ്ടത് അന്തേ നാരായണ സ്മൃതി എന്നാണ്. പക്ഷേ അതിന് എന്ത് വേണം? എപ്പോഴും ഭഗവത് നാമമായിട്ടുള്ള ആ ടച്ച് വേണം. എന്നാലേ ആ ആദ്യകാലത്തെ ആ നാമങ്ങളൊക്കെ നാവിൽ വരുള്ളൂ. മാനായി ജനിച്ച ഇദ്ദേഹം എന്ത് ചെയ്തു? വേറെ ഒരു അദ്ദേഹത്തിന് ആ മാനിന് പൂർവജന്മ ഭരതന് ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ നല്ലോണം ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മാൻ ആ പുലഹാശ്രമത്തിന് ചുറ്റും നടന്ന് എന്ത് ചെയ്ത? ഒടുക്കം അവസാനം തൻ്റെ പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ അവസാനിച്ചു എന്ന് കണ്ടപ്പോൾ ആ നദിയിൽ ചാടി ദേഹം ത്യജിച്ചു. അപ്പോൾ അടുത്ത മാനായിട്ട് ജനിച്ച് അവിടെ ആ പുലഹാശ്രമത്തിൽ ആ ഗണ്ഡകി നദിയിൽ തന്നെ ജീവനെ വെടിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ മാന് മാനിൻ്റെ അടുത്ത ജന്മം, അതായത് അത് ഒരു നല്ല ഭരതനായിരിക്കുമ്പോൾ നല്ല സുഹൃതങ്ങളൊക്കെ ചെയ്തതുകൊണ്ടും ഈശ്വരനെ ആരാധിച്ചത് കൊണ്ടും ആ സൽക്കർമ്മം കൊണ്ട് ആ മാനിന് ഈ 3ാമത്തെ ജന്മം, ഫസ്റ്റ് ഭരതൻ, സെക്കൻഡ് മാന്, മൂന്നാമത്തെ ജന്മത്തിൽ നല്ല ഒരു ആധ്യാത്മികമായി ഉയർന്ന കുടുംബത്തിൽ ജനിക്കാൻ സാധിച്ചു. അതായത് അങ്കിരസിൻ്റെ ഗോത്രത്തിലെ ഒരു ബ്രാഹ്മണന്റെ പുത്രനായി ജനിച്ചു. ആ ബ്രാഹ്മണനാണെങ്കിലോ 2 ഭാര്യമാര്, ആദ്യത്തെ ഭാര്യയിൽ 9 പുത്രന്മാര്, രണ്ടാമത്തേല് ഒരു പുത്രനും ഒരു പുത്രിയും. ഈ പുത്രനാണ് പിന്നെ ഈ നമ്മുടെ ഈ 3ാമത്തെ അധ്യായത്തിൽ 9ാമത്തെ അധ്യായത്തിലുള്ള ഭരതനായിട്ട് അറിയപ്പെടുന്നത്. നല്ല ഉന്നത കുലമായിരുന്നു. അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പൂർവജന്മത്തിൽ എന്തൊക്കെ പുണ്യകർമ്മങ്ങളാണോ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചാണ് നമുക്ക് അടുത്ത ജന്മം കിട്ടുന്നത്. ഭഗവാൻ ഗീതയിൽ തന്നെ പറയണ്ടേ, യോഗഭ്രഷ്ടോ വിജായതേ ശുചിത്വാ ശ്രീമതാം ഗേഹേ യോഗോ ഭ്രഷ്ടോ വിജായതേ. അതായത് പൂർവജന്മത്തിൽ നല്ല യോഗാഭ്യാസത്തിലേക്ക് ആകർഷിക്കുകയാണെങ്കിലും അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ സിദ്ധനായി ഭവിക്കും. അതുപോലെ നമ്മളും
ഭഗവാനെ ആരാധിക്കുക, അല്ലെങ്കിൽ സത്കർമ്മങ്ങൾ ചെയ്യുക. സത്കർമ്മം എന്ന് വെച്ചാൽ ഭഗവാനെ ആരാധിക്കുക മാത്രമല്ല, ദാനം, ധർമ്മം, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ജന്മം കിട്ടാൻ സാധിക്കുമെന്ന് ഭാഗവതൻ ഇവിടെ എടുത്തു പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആ സുഹൃതികൾ, അത് നല്ല സംസ്കാരമുള്ളതും സുഹൃതികളും ഐശ്വര്യമുള്ളവരുമായ ആ ഗൃഹത്തിൽ ഈ ഭരതൻ ജനിച്ചു. എങ്ങനെയുള്ളായിരുന്നു? അവിടെ ദമം, ശമം, തപസ്, വേദാഭ്യാസം, പിന്നെ എതിർച്ച കിട്ടുന്നുകൊണ്ട് സന്തോഷം, വിനയം, കർമ്മനിഷ്ഠ, അസൂയ ഇല്ലായ്മ, ആത്മജ്ഞാനം, ആനന്ദം, ഇങ്ങനെയുള്ള പല അനേകം ഗുണങ്ങൾ ആ ബ്രാഹ്മണ കുലത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുടുംബത്തിൽ, ഈ വംശത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ വന്ന് ജനിക്കാൻ കാരണം ആ പൂർവ്വജന്മം ചെയ്ത സുഹൃതം കൊണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് നല്ല വിചാരമാണെങ്കിൽ നമുക്കും അങ്ങനെ ഒരു സംസ്കാരം കിട്ടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നല്ല സംസ്കാരം കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതിനൊക്കെ കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ്. അപ്പോൾ ഇനിയൊരു നല്ല മനസ്സെപ്പോഴും എന്ത് വേണം? ഭഗവാനിൽ നല്ല കാര്യങ്ങളിൽ പോകണം. വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അധർമ്മത്തിലൊക്കെ പോയാൽ സുഹൃതം കിട്ടില്ല. അപ്പോൾ ഇനിയൊരു ജന്മം എങ്ങനെ വേണം എന്ന് നമുക്ക് ഇവിടെ വെച്ച് തന്നെ തീരുമാനിക്കാം. നമ്മൾ ദൈവിക വിചാരങ്ങളോടുകൂടി ആണെങ്കിൽ, അല്ലെങ്കിൽ സത്കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല കുലത്തിൽ നമുക്കും ഇനിയുള്ള ജന്മങ്ങളിൽ ജനിക്കാം. അതാണ് ഭാഗവതം ഇവിടെ ഭരതൻ്റെ ജന്മം കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ ഓരോരുത്തരും സമയം അനുസരിച്ച് ഭഗവാനെ സേവിക്കുക, അതായത് ഇതുപോലെയുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കുക. ഇതൊക്കെ ചെയ്താൽ കുറച്ചൊക്കെ സുഹൃതം കിട്ടും. അതിന് ശേഷം ഭരതൻ ആ പൂർവ്വജന്മത്തിൽ അവിടെ ആ ഗ്രഹത്തിൽ ജനിച്ചു. ചെറുപ്രായത്തിൽ തന്നെ ആത്മാരാമനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു, ഇനിയുള്ള ജന്മം, ഈ ജന്മത്തിൽ ഞാൻ ആരായിട്ടും സംഘം കൂടില്ല. എന്തെന്ന് വെച്ചാൽ, ആ സംഘം കൂടുകയാണെങ്കിൽ, ജനങ്ങളായി സംസർഗമാണെങ്കിൽ അത് ആത്മജ്ഞാനത്തിന് തടസ്സം സൃഷ്ടിക്കും. അപ്പോൾ എന്ത് ചെയ്തു? ആ ഭഗവാന്റെ പാദങ്ങളെ തന്നെ എപ്പോഴും സേവിക്കുക എന്ന് തീരുമാനിച്ച് അദ്ദേഹം സ്വയം ഒരു തീരുമാനമെടുത്തു. അതായത് ലോകരുടെ മുമ്പിൽ ഇതായിട്ട് പൂർവജന്മാവിരാമാസ ഉന്മത്ത ജഡാഭതിര സ്വരൂപേണ ദർശയാമാസ ലോകസ്യ. അതായത് ലോകരുടെ മുമ്പിൽ ഒരു മൂകനായിട്ട്, ബധിരനായിട്ട്, വിഡ്ഢിയായിട്ട്, അന്ധനായിട്ട് ഒക്കെ അഭിനയിക്കാമെന്ന്. അത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ സംസർഗത്തിൽപ്പെട്ടാൽ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് അങ്ങനെ തീരുമാനിച്ച് അതേപോലെ ജീവിച്ചു പോന്നു. അതിനുശേഷം എന്തുണ്ടായി? അദ്ദേഹത്തിൻ്റെ എല്ലാ പിതാക്കന്മാരെ പോലെയും അദ്ദേഹത്തിൻ്റെ പിതാവും ആത്മജസ്യ വിപ്രപുത്ര സ്നേഹാനുബന്ധമാണ് ആ സമാവർത്താനം സംസ്കാരാൻ, അതായത് സംസ്കാരമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ വേദാധ്യയനത്തിന് ചെയ്യാൻ തുടങ്ങി. വേദാധ്യയനം, ഗായത്രി മുതൽ മന്ത്രങ്ങളൊക്കെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചു. മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊടുത്താലും ഇദ്ദേഹം യാതൊന്നും പറയില്ല, ഒക്കെ തിരിച്ചും മറിച്ചൊക്കെ പറയും. അപ്പോൾ കുറേ പറഞ്ഞു നോക്കി, പിതാവിനെ കൊണ്ട് പറ്റിയില്ല. ഒടുക്കം അദ്ദേഹം എന്ത് ചെയ്തു? ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് യാതൊരു ലാഭവുമില്ല, ഒരു ഗുണവുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഒരു ഗായത്രി മന്ത്രം പോലും എൻ്റെ പുത്രനെ പറഞ്ഞു കൊടുക്കാൻ, അതായത് പഠിപ്പിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന ആ ദുഃഖം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു?
അങ്ങനെ വ്യസനിച്ച് മരണമടഞ്ഞു. മരണത്തോടു കൂടി ആ അമ്മയും, ഭരതന്റെ അമ്മ, രണ്ടാമത്തെ അമ്മ, ദേഹം വെടിഞ്ഞു. അപ്പോൾ ഈ മാതാപിതാക്കളുടെയൊക്കെ മരണത്തിന് ശേഷം ആ സഹോദരന്മാര്, 9 പുത്രന്മാരുണ്ട് എന്ന് പറഞ്ഞല്ലോ, ഒരു സിസ്റ്ററും, അവരൊക്കെ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ വേദമന്ത്രങ്ങളോ ഗായത്രിയോ ഒന്നും പഠിപ്പിക്കാൻ മുതിർന്നില്ല. അവൻ വിചാരിച്ചു ഇവനെ കൊണ്ടൊന്നും പറ്റില്ല, എന്ത് പഠിച്ചാലും ഒരു ഗുണം ഉണ്ടാവില്ല, അവനൊരു മഹാവിഡ്ഢിയാണ്, മന്ദബുദ്ധിയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം തള്ളിക്കളഞ്ഞു. യാതൊന്നിനും അവര് മെനക്കെട്ടില്ല. വാസ്തവം പറഞ്ഞാൽ അവർക്കാർക്കും അദ്ദേഹത്തിൻ്റെ ആത്മവിദ്യാഭാവത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞില്ല. അവർ അദ്ദേഹത്തെ ഭ്രാന്ത, മൂഢ എന്നൊക്കെ വിളിച്ചിരുന്നു. ജനങ്ങളും അങ്ങനെ വിളിച്ചിരുന്നു. എന്നാൽ ഈ ഭരതന് യാതൊരു ഭേദഭാവവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ കുടുംബത്തിലെ ആരാലും ആ സഹോദരന്മാരൊക്കെ എന്ത് ചെയ്തു? ഒന്നും ഇവനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ആയപ്പോൾ ഭരതൻ സ്വയം അവിടെ നിന്ന് ഇറങ്ങിത്തിരിച്ചു. എങ്ങനെ? ഒരു ജഡനെ പോലെ. ഇങ്ങനെ സഞ്ചരിക്കും, എവിടെ നിന്ന് വല്ലതും കിട്ടിയാൽ കഴിക്കും, ആരെങ്കിലും എന്തും കൊടുത്താൽ കഴിക്കും, അങ്ങനെ ജീവിച്ച് അങ്ങനെ കഴിച്ചു പോന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തെ പറയാണ്. അതായത് ഏത് ചൂടിലും ഏത് തണുപ്പിലും അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും അദ്ദേഹത്തിന് എല്ലാം സമമായി, ഏത് സാഹചര്യവും അദ്ദേഹം സമമായി കണ്ടു. സുഖദുഃഖയോർ ദ്വന്ദ്വ നിമിത്തയോർ സംഭവിത ദേഹാഭിമാന, അതായത് സുഖത്തെയോ ദുഃഖത്തെയോ എല്ലാം ഒരേപോലെയാണ് അയാൾ കാണുന്നത്. അതേപോലെ വല്ലവരും വല്ല ജോലികളൊക്കെ എടുപ്പിക്കും, പക്ഷെ വല്ലതൊക്കെ കൊടുത്താലും ചിലപ്പോൾ കഴിക്കാൻ കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. ആരോടും ചോദിച്ചൊന്നും മേടിക്കില്ല, അന്നം മാത്രം കഴിക്കും, ശരീരത്തിന് വിശപ്പടക്കാൻ മാത്രം. അങ്ങനെ അദ്ദേഹം സഞ്ചരിച്ച് എന്തുണ്ടായി? ചൂടും തണുപ്പും കാറ്റും മഴയും ഒക്കെ അദ്ദേഹത്തിന് ശരീരത്തെ യാതൊരു അസഹ്യതയും ഉണ്ടാക്കിയില്ല. എല്ലാം സഹിക്കാൻ പറ്റിയ വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യം. പഴയത് കുളിക്കാതെയും ശരീരശുദ്ധിയില്ലാതെയും പിന്നെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമൊക്കെ ധരിച്ച് അങ്ങനെ ആത്മാരാമനായി സഞ്ചരിച്ചു. അപ്പോൾ സഹോദരന്മാരൊക്കെ വിചാരിച്ചു ഇതിനേക്കാളിലൊക്കെ ഭേദം ഏതായാലും ആ കൃഷിഭൂമി ഉണ്ടല്ലോ, അവിടെ ഇദ്ദേഹത്തെ കാവൽക്കാരനായി നിയമിക്കാം എന്ന് തീർച്ചയാക്കി അവിടെ ആ കാവൽക്കാരനായിട്ട് ഇരുത്തി. അതിനുശേഷം സംഭവിക്കുന്നത് വേറെ ഒന്നാണ്, വേറൊരു കാര്യം. അതായത് അവിടെ അടുത്തുള്ള ഒരു നാട്ടുരാജാവ്, അയാൾക്ക് സന്താനം ഇല്ലാത്തത് കൊണ്ട് എന്താ വേണ്ടതെന്ന് ജ്യോത്സ്യന്മാരെയൊക്കെ വരുത്തി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവിടെയുള്ള കാളി ദേവിയെ പ്രീതിപ്പെടുത്തിയാലേ സന്താനത്തിന് ഭാഗ്യമുണ്ടാവുള്ളൂ എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അതായത് അവര് വലയിൽ കുടുക്കിയെന്ന് പറയാം. അപ്പം ഇത് വിശ്വസിച്ച് നാട്ടുരാജാവ് എന്ത് ചെയ്തു? ആ ബലി കഴിക്കാന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യനെയോ മൃഗങ്ങളെയോ ചോദിച്ചാൽ മനുഷ്യനാണെന്ന് പറഞ്ഞു. അപ്പം സാധാരണയായി അപ്പം അവര് ആ ബലി കഴിക്കാമെന്ന് തീരുമാനിച്ചു. എന്താ, സന്താന ലാഭമല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അതാ കഥാചിത് കശ്യത് വൃഷളപതി ഭദ്രകാളി പുരുഷപശു ആലപതാപത്യകാമ, അങ്ങനെ അവര് തീരുമാനിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ അവിടെ ഒരാളെ കൊണ്ട് ഓൾറെഡി വെച്ചിരുന്നു. അയാൾ ഭാഗ്യവശാൽ
എന്തായി? ആകസ്മികേന വിധിന കോതാരാൻവിര സസേന മൃഗപരാദ്യാഭ്യ സംരക്ഷമാണമങ്കിര പ്രവര പശ്യൻ. അതായത് നിർഭാഗ്യവശാല് അയാള് രക്ഷപ്പെട്ടു. അപ്പൊ ഇവിടെ ഈ കൃഷിഭൂമിയില് ഭരതൻ ഉണ്ടല്ലോ. അതിനുശേഷം ആ യജമാനൻ പറഞ്ഞു, അതായത് നാട്ടുരാജാവ് പറഞ്ഞു, പോയി നിങ്ങൾ ആളെ പിടിച്ചു കൊണ്ടുവരിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയും തല കാണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പേടിച്ചിട്ട് പോയി, ഓരോ ദിക്കിലേക്ക് പോയി. അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് നമ്മുടെ ഈ ഭരതൻ വയലില് ഇരിക്കുന്നത് കണ്ടത്. അദ്ദേഹത്തെ കണ്ടപ്പോഴും അവര് അഥാത ഏന മന്യവലക്ഷണം അവശിഷ്യ ഭർത്തു കർമ്മഷിത് പത്തി മന്യമാനാവദ്വാരശയന ചണ്ഡികാഗ്രഹമുപനിർമുത വികസിതവദന. കണ്ടപ്പോൾ നല്ല പറ്റിയ ആളാണ്, ഒത്ത ശരീരമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവര് ആ കയറൊക്കെ കെട്ടി എന്ത് ചെയ്തു? പുരുഷപശും ഭദ്രകാളിയാം പുരത ഉപവേശയാമാസു. ആ ഭദ്രകാളിയുടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെയാണെങ്കിൽ അദ്ദേഹത്തെ കുളിപ്പിച്ചിട്ട് മാലയൊക്കെ കുളിപ്പിച്ച് സ്വാചാദ്യഭൂഷണാലേവ തിലകാദേവീരൂപസ്കൃതം ഭുക്തബന്ധം ധൂപദീപമാല ആദ്യമായി, അതായത് കുളിപ്പിച്ചിട്ട് നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിപ്പിച്ചിട്ട് ആഭരണങ്ങളൊക്കെ അണിയിച്ചിട്ട് എന്ത് ചെയ്തു? മൃഷ്ടാന്ന ഭോജനവും കൊടുത്തു. ഈ ഭരതനാണെങ്കിലോ യാതൊന്നും അറിയില്ല, എന്തിനാണ് ഇങ്ങനെ കൊണ്ട്, ആത്മാരാമനാണ്, എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു ഒന്നും സംഭവിക്കില്ല എന്ന് അറിയാം. എന്താ? സ്വയം ഭഗവാൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന്. അങ്ങനത്തെ ആളാണ്, അങ്ങനത്തെ ആൾക്കൊക്കെ ഇങ്ങനെ പറ്റുള്ളൂ. അപ്പം എന്ത് ചെയ്തു? അവിടെ ചെന്നിട്ട് അവര് പിന്നെ ധൂപം, ദീപം, പുഷ്പം, ഫലം ഇതുകളൊക്കെ കൊണ്ട് പൂജിച്ച് അവനെ, അദ്ദേഹത്തെ ആ ഭദ്രകാളിയുടെ ആ ബലി നടത്തേണ്ട ആ പീഠത്തിൽ അല്ലെങ്കിൽ പാറയിൽ കൊണ്ട് ഇരുത്തി. എന്നിട്ട് പറഞ്ഞു പൂജാരി, എല്ലാവരും ഭഗവാനെ ദേവിയെ പ്രാർത്ഥിച്ചോളോ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ ബലി കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ ബലി കൊടുക്കുക, നരനായാലും ബലി കൊടുക്കുന്നത് മനുഷ്യനായാലും മൃഗത്തെ ആയാലും അത് കൊടുത്താൽ ഏതൊരു ഭഗവാനും സന്തോഷിക്കില്ല, പ്രീതി പെടില്ല. മനുഷ്യനെ ബലി കൊടുക്കുന്ന കാര്യം ഏതൊരു ഭേദത്തിലൊന്നും പറഞ്ഞ് കാണുന്നില്ല. മൃഗത്തിൻ്റെയോ മനുഷ്യൻ്റെയോ രക്തം ആ ദേവി കൊടുത്താൽ ദേവി പ്രീതിപ്പെടും എന്നുള്ള അത് അന്ധവിശ്വാസമാണ്. ഒരു മൃഗത്തെയും ബലി കൊടുക്കുക എന്നുള്ളത്, ഭഗവാൻ ബലി കൊടുത്താൽ ഭഗവാൻ സന്തോഷിക്കുകയില്ല, അത് തീർച്ചയാണ്. അതല്ലേ അദ്ദേഹത്തിന് ആ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടതും രക്ഷിച്ചതും, അതിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായി? അതൊരു തെറ്റിദ്ധാരണയാണ്. പക്ഷേ നമ്മുടെ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടാവും, അതൊക്കെ നമ്മൾ ഇതിൽ ഇപ്പോൾ പറയണില്ല. അപ്പോൾ കൃഷ്ണൻ, നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു? ഈ ഒരു അന്ധവിശ്വാസത്തെ ഒന്നും വിശ്വസിച്ചിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ദ്രന് ഇന്ദ്രപൂജ നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇന്ദ്രനല്ല ഗോവർദ്ധനാണ് പൂജ കൊടുക്കേണ്ടതെന്ന്. അതേപോലെ കുറെ വിപ്ര സ്ത്രീകൾ, ബ്രാഹ്മണന്മാരെ ആ വനത്തിൽ ചെന്ന് യാഗം ചെയ്ത് വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു. ഭഗവാൻ ഗോപന്മാരെ പറഞ്ഞയച്ചു, കുറച്ച് അന്നം യാചിച്ചുകൊണ്ട് വരുമെന്ന്. പക്ഷേ അവരാരും അതിന് മുതിർന്നില്ല, വിപ്രന്മാര്. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ശരി, നിങ്ങൾക്ക് അവർ തന്നില്ലെങ്കിൽ അവരെ വിപ്ര പത്നിമാരുടെ അടുത്ത് പോവിന്ന് പറഞ്ഞു. അവരവിടെ പോയപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് പൊക്കോളോന്നാണ് അവർ പറഞ്ഞത്. ആ രണ്ട് മനസ്സിൻ്റെ കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്.
ആ വിപ്രന്മാര് പൂജയും ചെയ്യണു, യാഗം ചെയ്യണു, മന്ത്രങ്ങളൊക്കെ ചൊല്ലണു. പക്ഷേ എന്താ പ്രയോജനം എന്നാണ് ഭഗവാൻ പറയണത്. നിങ്ങൾ എന്ത് പൂജ ചെയ്താലും എന്താ കാരണം? അതിൽ എന്താ ഉള്ളത്? ഞാൻ സന്തോഷിക്കില്ല. എനിക്ക് വേണ്ടത് നിങ്ങളുടെ ആ സന്തോഷം, ആ നിർമ്മലമായ മനസ്സാണ് എന്ന് ഭഗവാൻ അവിടെ എടുത്തു പറയുന്നുണ്ട്. ആ വിപ്രപത്നിമാരോ അവര് വന്നതും കൃഷ്ണ കണ്ടപ്പോൾ ആരായാലും അവര് ദാനം ധർമാദികളാണ്, അങ്ങനെയുള്ള മനസ്സായിരുന്നു. അപ്പൊ ഏത് മനസ്സ് നമുക്ക് വേണം എന്ന് നമുക്ക് ഇപ്പം തന്നെ തീരുമാനിക്കാം. ആ ബ്രാഹ്മണരെ അവരൊന്നും അതാണ് ഭഗവാൻ ആ ബ്രാഹ്മണരെയൊന്നും ആദരിക്കാത്തത്. അപ്പൊ ഭഗവാൻ ഇവിടെ പറയണേ എന്താ? മയ്യി അർപ്പിത മനോബുദ്ധി യോമേ ഭക്ത സമേഹ. അതായത് എന്നിൽ ആരാണോ മനസ്സ് വെച്ചേക്കണേ ഞാൻ അവനിലും ഉണ്ടാകും, അവനെ എപ്പോഴും കാത്തുകൊണ്ടിരിക്കും. പിന്നെയോ അത് കഴിഞ്ഞിട്ട് ഉദ്ധവൻ ഏകാദശത്തിലെ ഭഗവാൻ ഉദ്ധവനോട് പറയുന്നുണ്ട്, ഉദ്ധവ ഈ ഗൃഹത്തെയോ, ഇതന്നെയാണ് ഭഗവാൻ ഗീതയിലും പറയണത്, സർവധർമാൻ പരിത്യജ്യ മാമേഹം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ. നിങ്ങൾ എൻ്റെ അടുത്ത് വരിൻ, ആ നിർമ്മലമായ മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളുടെ സകല പാപങ്ങളെയും അഴിക്കാൻ എന്നാണ് ഭഗവാൻ പറയണത്. പിന്നെ ഉദ്ധവനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നായം ജനോമേ സുഖദുഃഖഹേതുർ നദേവതാത്മാ ഗൃഹകർമ്മകാല മനഃപരം കാരണം ആമനന്തി. അതായത് നീ ദൈവത്തെയോ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ദൈവം നമുക്കൊന്നും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്യുന്നില്ല എന്ന് ഗൃഹങ്ങളെയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാരെയോ പിതൃക്കളെയോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം കാരണം മനഃപരം കാരണം മാമനന്തി സംസാരചക്രം പരിവർത്തേത്. അതുകൊണ്ട് എന്ത് വേണം? ഭഗവാനെ തന്നെ ആശ്രയിക്കണം. അപ്പൊ ഇതൊക്കെ കാരണം ഇവിടെ പറയാണ് ഈ ബലി കൊടുക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കണമെന്ന് നോക്കാം. അപ്പൊ ഇവര് ആ കാളിയുടെ അവിടെ കൊണ്ട് ഈ ഭരതനെ വെച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് അത് സംഭവിക്കണ ഒരു സംഭവം. ഏത് ബ്രഹ്മഭൂതസ്യ സാക്ഷാത് ബ്രഹ്മർഷിസുതസ്യ നിർവൈരസ്യ സർവഭൂതഹൃദയ സൂനായാം അപ്യൻ അനുമതമാലംബനം തദപുലഭ്യ ബ്രഹ്മ തേജസാദിർവിഷഹേണ മന്ദഹ്യമാനേന വപുഷ സഹ ചാട സൈവ ദേവി ഭദ്രകാളി. ആ ദേവിക്ക്, അതായത് ഈ ഭരതനെ ഇവിടെ കൊണ്ട് വെച്ചത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. ആ ബിംബത്തിൽ നിന്ന് എന്തുണ്ടായി? ഒരൊറ്റ ചാട്ടം പുറത്തേക്ക്. അവിടെ ആ ബിംബം ഇങ്ങനെ തപിക്കുകയായിരുന്നു. ദേവിക്ക് ആ ഭക്തനെ രക്ഷിക്കാനുള്ള ആർത്തി കാരണം വേഗം പെട്ടെന്ന് പുറത്തേക്ക് വന്നത് എന്താണ്? ഒരു ഭയങ്കരമായ സ്ത്രീരൂപം, കറുത്ത് തുറിച്ച കണ്ണുകള്, തലമുടിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആഭരണം, കയ്യില് കുറേ ആയുധങ്ങൾ, ഒന്ന് രണ്ടൊന്നുമല്ല, സകലം. ആ അനുയായികളോടുകൂടിയാണ് ദേവി വന്നത്, പാർശ്വന്മാരോടുകൂടി. അത് കഴിഞ്ഞിട്ട് ദേവി എവിടെ? ക്രൂരമായ കർമ്മം അവിടെ കണ്ടു. അങ്ങനെ ആ ദേവി പുറത്തേക്ക് വന്നു. ദേവി പ്രത്യക്ഷമായി. അപ്പൊ എന്താണ്? ജയ ജയ ദേവി ദുർഗാ ദേവി ശരണം, ജയ ജയ ദേവി ദുർഗാ ദേവി ശരണം, കനക ദുർഗാ ദേവി ശരണം, അമ്മേ നാരായണ ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അവിടുന്ന് പുറത്ത് ചാടിയതും അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാര്, നാട്ടുരാജാവ്, പൂജാരി, എല്ലാവരും നിശബ്ദ സ്തംഭിച്ചു പോയി. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന്. ഇന്ന് ദേവി അവിടുന്ന് ചാടിയിട്ട്
അട്ടഹസിച്ചാണ് വരുന്നത്. ആ പുജാരിയുടെ കയ്യിൽ നിന്ന് ആ വാൾ വീശി അങ്ങി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും, ഭരതനെ ഒഴിച്ച് എല്ലാവരുടെയും തല ഓരോന്നായി അങ്ങനെ അരിഞ്ഞു വീഴ്ത്തി. എന്നിട്ട് അവിടെ ആ നൃത്തം, ആ അരിഞ്ഞ തലയൊക്കെ എന്ത് ചെയ്തു? ആ ശിരസ് കൊണ്ട് ശിര കന്തുകലീല എന്ന് പറയണ ആ ശിരസിനെ കൊണ്ട് ആ പന്ത് കളിച്ചു. എന്നിട്ടോ ആ താണ്ഡവ നൃത്തം, തുടല നൃത്തം ചെയ്തു. ദേവിക്ക് സഹിക്കാൻ പറ്റിയില്ല ആ ഭക്തനെ രക്ഷിക്കാണ്ട്. എവിടെ ഭക്തനുണ്ടോ അവിടെ ഭഗവാൻ സന്നിഹിതനാണ് എന്ന് അവിടെ ദേവി പ്രത്യക്ഷമായി നമുക്ക് ഭഗവാൻ കാണിച്ചു തരികയാണ്. എന്നിട്ട് ആ ദേവി അവര് ആ നൃത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭരതനാണെങ്കിലോ യാതൊരു കുസലും ഇല്ലാണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല നാരായണ എന്ന മട്ടില് അവിടെ ഇരിക്കുകയായിരുന്നു. ആത്മാരാമൻ ആണല്ലോ. പിന്നെ എന്താണ് അദ്ദേഹത്തിന് പേര്? ഭാഗവത പരമഹംസം. അവർക്ക് യാതൊരു ഭേദഭാവവും വ്യത്യാസവും ഉണ്ടാവില്ല. മരണത്തെയൊന്നും അവർക്ക് പേടിയില്ല. ആ വാള് കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ടും യാതൊരു സംഭ്രമവും അദ്ദേഹത്തിന് ഉണ്ടായില്ല. നമ്മളൊക്കെ ആണെങ്കിലോ എവിടെയൊക്കെ വാള് കൊണ്ട് വെട്ടേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. അപ്പോഴേക്ക് തന്നെ വാള് കണ്ട സമയത്ത് തന്നെ നമ്മൾ മരിച്ചു വീഴും. അപ്പോൾ ചുരുക്കത്തിൽ എന്തായി? ഇവര് ദേവിയെ പ്രീതിപ്പെടുത്തണം അല്ലെങ്കിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തണം എന്ന് വിചാരിച്ച കാര്യം എല്ലാം നിഷ്ഫലമായി. ദേവി പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഭക്തനെ രക്ഷിച്ചു. ഇതാണ് ആ ഭക്തൻ എവിടെയുണ്ടോ അവിടെ ഭഗവാൻ സന്നിഹിതനാകും. അതാ ഭഗവാൻ പറയണത് ഭഗവത്ഗീതയില്, നമേ ഭക്ത പ്രണശ്യതി. എൻ്റെ ഭക്തന് ഒരിക്കലും നശിക്കില്ല അർജുന, ഇത് സത്യമാണ് എന്നാണ് പറയണത്. യോ മാം പശ്യതി സർവത്ര സർവജമൈ പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേ ന പ്രണശ്യതി. ആ ഏതൊരു ഭക്തനാണോ എന്നെ സർവചരാചരങ്ങളിലും കാണുന്നത്, അതേപോലെ തന്നെയാണ് എന്താണ് അവനും എനിക്ക് കാണുന്നത്. എനിക്ക് അവനെ വേദനിപ്പിക്കാനോ നഷ്ടപ്പെടുത്താനോ സാധ്യമല്ല. പിന്നെ ആരാണോ എന്നെ പിന്നെ അവൻ്റെ ഇത് ഭഗവാനെ നഷ്ടപ്പെടുത്താനും വേദനിപ്പിക്കാനും പറ്റില്ല. ഇത് ഭഗവാന്റെ പ്രതിജ്ഞയാണ്. മയ്യർപ്പിത മനോബുദ്ധേ മേ ഭക്ത സമേ പ്രിയ. മനസ്സും ബുദ്ധിയും എല്ലാം എന്നിൽ അർപ്പിച്ചതിന് ശേഷം എന്നെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന ആ ഭക്തനെ എങ്ങനെയാണ് രക്ഷിക്കാണ്ടിരിക്കുക? ഭഗവാൻ അതിന് തന്നെയാണ് ഇത് അവതാരം എടുത്തിരിക്കുന്ന. എത്ര രാക്ഷസന്മാരെ നമ്മൾ ഭാഗവതത്തിൽ കണ്ടിട്ടുള്ള, അധികമൊന്നും പറയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സ് നമുക്ക് എന്ത് വേണം? അതുകൊണ്ട് ഭഗവാനോട് അടുക്കും തോറും ആരൊക്കെ എന്തൊക്കെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും എപ്പോഴും നമ്മുടെ കൂടെ ആരുണ്ടാവും? ഭഗവാനുണ്ടാവും. ആ വിശ്വാസം ഓരോരുത്തർക്കും വന്നാൽ നമ്മളെല്ലാം രക്ഷപ്പെടാം. അത് കഴിഞ്ഞിട്ട് ഈ ദേവി എന്ത് ചെയ്തു? ദേവി ദേഷ്യമൊക്കെ പോയിട്ട് കൂളായിട്ട് ഭരതനെ അനുഗ്രഹിച്ച് സ്വസ്ഥാനത്തേക്ക് പോയി. ഭരതനാണെങ്കിലോ, ജളഭരതനാണെങ്കിലോ അവൻ പറയാണ്, അതായത് ഏതൊരു മഹാത്മാവിനെയാണോ ഉപദ്രവിക്കാൻ മുതിരുന്നത് അവർ സ്വയം നശിക്കും. ആരാലും നശിപ്പിക്കപ്പെടാട്ടാലും സ്വയം നശിക്കും. ഇതാണ് നമുക്ക് കാണിച്ച് തരുന്നത്. അപ്പോൾ എന്ത് വേണം? ആത്മീയത്തിൽ പറയണത് നമ്മൾ കഴിയുന്നതും ആരെയും ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാൻ പാടില്ല. ആ ദ്രോഹിക്കാതെയോ ചെയ്ത മനസ്സാണ്, അതിലാണ് ഭക്തി എന്ന് പറയണത്. പിന്നെ
ഇദ്ദേഹത്തിന് യാതൊരു ബോധലും ഉണ്ടായില്ല. അങ്ങനെ മഹാന്മാർക്കെതിരെ ചെയ്യുന്ന അങ്ങനെ മരണത്തെ നേരിട്ട് പോലും സ്വല്പം പോലും ഭ്രമിക്കാതെ ജഡഭരതൻ ഒരു ഉയർന്ന ഉത്തമോത്തമ ഭാഗവത ഹംസമാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം അവിടുന്ന് എണീറ്റ് എന്താ ഉണ്ടായത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ യാത്ര തുടർന്നേ കൊണ്ടേ ഇരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്ര ഉയർന്ന മനസ്സായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്, എന്താണ് പറയുന്നത്, നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനം. അതായത് ഒരു കമ്പവും ഇല്ലാത്ത, അത്രമാത്രം ഇല്ലാത്ത ആ മനസ്സിലെ ആ പീയൂഷമാകുന്ന ഭഗവാനിൽ ലീനമായത് കൊണ്ടാണ് ലീനമായത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ഭേദഭാവവും ഉണ്ടാകാത്തത്. വെട്ടാൻ വന്ന ആളിനെ കണ്ടിട്ട് പോലും ഒരു ലവലേശം സംഭ്രമിച്ചില്ല. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇന്നും ഉണ്ടാവും. അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ എത്ര പേരാണ് ജീവൻ വെച്ചത്. അവരൊക്കെ മരിക്കണ സമയത്ത്, അവരെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് വന്ദേ മാതരം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവരുടെയൊക്കെ മനസ്സ് ഇതേപോലെ ആയിരിക്കാം എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഇതെന്ന് വെച്ചാൽ നമ്മൾക്കൊക്കെ മരണം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അപ്പോൾ ആത്മീയതയിൽ നമ്മൾ ലയിച്ച് അങ്ങനെയുള്ള ആ ഭക്തി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ടും മനു തിരുമേനിക്കും നിങ്ങളെല്ലാവരും ഇപ്പോൾ ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നമസ്കാരം തന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്ദ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇന്ന് എനിക്ക് ഈ ഭഗവാനെ കുറിച്ച് ഈ 2 അക്ഷരം പറയാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഭരതൻ 3 ജന്മമെടുത്തു. ആദ്യത്തെ ജന്മത്തിലെ ഭരതനായിരുന്നു. സൽക്കർമ്മം കൊണ്ട് എന്തോ ഒരു മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ മനസ്സിലേച്ചു. അത് അവിടെ ഒട്ടലായിപ്പോയി. നമ്മൾ ആരോടും അത്ര സംസർഗം വയ്ക്കാൻ പാടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 3ാമത്തെ ജന്മത്തിൽ സൽക്കർമ്മം ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഉന്നത കുടുംബത്തിൽ ജനിച്ചു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ സ്വയം നിയന്ത്രിച്ചു ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനു തിരുമേനി എനിക്ക് ഈ അവസരം തന്നതിലും അനേക കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരു കൊടുങ്കാറ്റും പെരുമഴ കഴിഞ്ഞു അല്ലേ? വളരെ സദസിദ്ധമായിട്ടുള്ള ആ പ്രഭാഷണ ശൈലി എന്നും അതൊരു കലയാണ് സത്യത്തിൽ. ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഭരതന്റെ കഥ തന്നെ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷം. ഗുരുവായൂരപ്പന്റെ നിശ്ചയം വീണ്ടും ഒന്നുകൂടെ കേൾക്കണം എന്നായിരിക്കാം അല്ലേ? അപ്പം അമ്മയ്ക്ക് ആ ഒരു ഭാഗം തന്നെ ഭരതന്റെ ആ പരമഹംസ ഗതിയിലേക്ക് എത്തിയ ഭരതനെ കുറിച്ച് വീണ്ടും നമ്മുടെയൊക്കെ ലക്ഷ്യം അതിലേക്ക് എത്തുക എന്ന് തന്നെയാണ്. അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും ഇനിയും ധാരാളം കാലം അമ്മയ്ക്ക് ഈ ആധ്യാത്മിക ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതിന് ആയുരാരോഗ്യം ഭഗവാൻ കൊടുക്കട്ടെ, ആയുസ്സും കൊടുക്കട്ടെ. രണ്ടും ഒരുപോലെ അമ്മയ്ക്ക് സാധനകളൊക്കെ ചെയ്യാനും തീർത്ഥാടനങ്ങൾ ചെയ്യാനും ക്ഷേത്രാടനങ്ങൾ ചെയ്യാനും ഒക്കെ
ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു.